മലപ്പുറം നിലമ്പൂർ ചുങ്കത്തറ പഞ്ചായത്തിൽ കൂറുമാറിയ പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവിന് ഭീഷണി. CPM എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രനാണ് നുസൈബയുടെ ഭർത്താവ് സുധീറിനെ ഭീഷണിപ്പെടുത്തിയത്. ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണം പുറത്തുവന്നു. LDF ഭരണത്തിലുണ്ടായിരുന്ന ചുങ്കത്തറ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയായിരുന്നു UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന നുസൈബ കൂറുമാറിയതോടെ ഒരു സീറ്റ് അധികം ലഭിച്ച UDFന് ഭരണം ലഭിച്ചു. ഈ കൂറുമാറ്റ സംഭവത്തിലായിരുന്നു നുസൈബയുടെ ഭർത്താവ് സുധീറിനെ CPM എടക്കര ഏരിയ സെക്രട്ടറി രവീന്ദ്രനാഥിന്റെ ഭീഷണി ഫോൺ സംഭാഷണം. ഇത് പിന്നെ അങ്ങനെ അതിന്റെ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ നിലപാട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അൻവറെ കണ്ടിട്ട് ഈ തീരുമാനം എടുത്താൽ നമുക്ക് ഭാവിയിൽ വലിയ ഗുരുതരമായ വിഷയങ്ങളുണ്ടാവും. ഈ പാർട്ടിനെ കുത്തിയിട്ടാണ് ഈ പോണത്. അത് ഓർമ്മ വെച്ചു. ഒരു ദാക്ഷിണ്യം എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഉണ്ടാവില്ല. ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. ഈ പാർട്ടീനെ പുറത്ത് കുത്തി പോവുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് ഭാവിയിൽ നമുക്ക് അതിന്റെ ഭവിഷ്യത്ത് എനിക്കുണ്ടാവും. ഞാൻ ഇതുവരെ അതിന്റെ ഈ വിഷയങ്ങളൊന്നും നല്ലത് സംസാരിച്ചിട്ടില്ല. ഈ രീതിയിൽ സംസാരിച്ചിട്ടില്ല. വളരെ സൗമ്യമായിട്ട് എന്നോട് ഇതുവരെ സംസാരിച്ചത്. യാതൊരു ദാക്ഷിണ്യം എന്നെ സംബന്ധിച്ചുണ്ടാവില്ല. നമുക്ക് നോക്കാം. ജാൻവറിന്റെ പിന്നാലല്ലേ അൻവറിനായിട്ട് നടന്നോ? അൻവർ എന്താന്ന് എനിക്കറിയാം. എന്താ അൻവർ എന്നുള്ളത് ഓന്റെ കാര്യത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ആളാണ്. പ്രശ്നമല്ല. ഞങ്ങൾക്ക് 6 മാസം 8 മാസം ഭരണം പോകുന്നുള്ളൂ. വേറെ തേങ്ങയില്ല ഞങ്ങൾക്ക്. പക്ഷെ എന്നെ സംബന്ധിച്ച് അനക്ക് വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. ഇത്രയാണ് ഞങ്ങൾ പറയുള്ളൂ. 20 സീറ്റുള്ള ചുങ്കത്തറ പഞ്ചായത്തിൽ 10 സീറ്റ് വീതമായിരുന്നു ഇരു മുന്നണികൾക്കും. നറുക്കെടുപ്പിലൂടെ ഭരണം LDFനും. ഇതാണ് PV അൻവറിന്റെ ഇടപെടലിലൂടെ അട്ടിമറിച്ചത്. ഇരു കൂട്ടരും തമ്മിൽ ഭീഷണി മുഴക്കുകയാണ് ഇപ്പോഴും ഇവിടെ. ആക്രമിക്കാൻ പറഞ്ഞയച്ചവരുടെ വീട്ടിൽ കയറി തല അടിച്ചു പൊട്ടിക്കുമെന്ന് PV അൻവറും കഴിഞ്ഞ ദിവസം പൊതുയോഗത്തിൽ ഭീഷണി മുഴക്കിയിരുന്നു. ജനം, മലപ്പുറം.